നമസ്കാരം. ഇയർ ഓഫ് കെയറിൻ്റെ ഭാഗമായി മാണ്ഡ്യ രൂപതയിലെ അംഗങ്ങൾക്കായി അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ മാണ്ഡ്യ രൂപത തന്നെ ഡെവലപ്പ് ചെയ്ത എമർജൻസി മൊബൈൽ ആപ്ലിക്കേഷൻ സമരിറ്റൻസ് ഓഫ് മാണ്ഡ്യ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനായി നിങ്ങൾ ആദ്യം ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അതിനായി ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പാരിഷിൽ നിന്നും നിങ്ങളുടെ പാരിഷ് സെലക്ട് ചെയ്യുക. ഫാമിലി ആയിട്ടല്ലാതെ പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ആയി നമ്മുടെ ഇടവക പരിധിയിൽ താമസിക്കുന്ന മൈഗ്രൻ്റ് യൂത്ത് ആണെങ്കിൽ ഇവിടെ കാണുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ വർക്കിംഗ് മെൻ ഓർ വുമൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും എൻ്റർ ചെയ്ത് രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയി വരുന്ന OTP എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും മൊബൈലിലേക്ക് ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിനായി നിങ്ങളുടെ ലൊക്കേഷൻ എപ്പോഴും എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇവിടെ കാണുന്ന മെയിൻ മെനുവിൽ നിന്നും പ്രൊഫൈൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മുകളിലുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഫോമിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന അപ്ഡേറ്റ് പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ ഹോം പാരിഷിൽ നിന്നോ രൂപതയിൽ നിന്നോ നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കൂ. ഇവിടെ കാണുന്ന SOS ബട്ടൺ വളരെ അടിയന്തരമായ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതാണ്. ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് 30 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ഒരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ റിക്വസ്റ്റ് നിങ്ങളുടെ ഹോം പാരിഷിലെ വോളണ്ടിയേഴ്സിനും നിങ്ങളുടെ ലൊക്കേഷൻ്റെ ഏറ്റവും അടുത്തുള്ള 3 പാരിഷിലെ വോളണ്ടിയേഴ്സിനും കൂടാതെ രൂപത ലെവലിലെ വോളണ്ടിയേഴ്സിനും SMS ആയും നോട്ടിഫിക്കേഷനായും അയക്കുന്നതാണ്. മറ്റ് ആവശ്യഘട്ടങ്ങളിൽ, അതായത് ആക്സിഡൻറ്റ്, മെഡിക്കൽ അല്ലെങ്കിൽ അത്യാഹിതങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി താഴെ കാണുന്ന റിക്വസ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും മുൻപ് പറഞ്ഞ 5 ഗ്രൂപ്പ് ഓഫ് വോളണ്ടിയേഴ്സിന് ഒരു SMSഉം നോട്ടിഫിക്കേഷനും പോകുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു മൈനർ ആക്സിഡൻറ്റ് പറ്റിയാൽ എങ്ങനെയാണ് ഹെൽപ്പ് റിക്വസ്റ്റ് റേസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായി താഴെ കാണുന്ന ആക്സിഡൻറ്റ് റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സും ലൊക്കേഷനും കൺഫേം ചെയ്യുക. ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ, ഫോട്ടോ, ഓഡിയോ എന്നിവ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. അതിനുശേഷം റിക്വസ്റ്റ് ഹെൽപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് യുവർ റിക്വസ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ സബ്മിറ്റ് യുവർ റിക്വസ്റ്റ് എന്ന ബട്ടൺ ഡിസേബിൾ ആയിരിക്കും. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങളുടെ ഹോം പാരിഷിൽ കോൺടാക്റ്റ് ചെയ്ത് പ്രൊഫൈൽ വെരിഫൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത റിക്വസ്റ്റ് കാണുന്നതിനായി ആക്റ്റീവ് റിക്വസ്റ്റ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ റിക്വസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻ ചേർക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. അതായത് എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ വീഡിയോയോ ചേർക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന വോളണ്ടിയേഴ്സിനോ രൂപതാ തലത്തിലെ വോളണ്ടിയേഴ്സിനോ നിങ്ങളുമായി ചാറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ റേസ് ചെയ്ത റിക്വസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാനായി ക്ലോസ് റിക്വസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ റിക്വസ്റ്റ് ക്ലോസ് ചെയ്യാനുള്ള കാരണവും മറ്റ് എന്തെങ്കിലും കമൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ റേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. അതിനുശേഷം നിങ്ങൾക്ക് റിക്വസ്റ്റ് ക്ലോസ് ചെയ്യാവുന്നതുമാണ്. ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത എല്ലാവർക്കും അവരുടെ ID കാർഡ് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനായി മെയിൻ മെനുവിൽ നിന്നും ID കാർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മേഴ്സി ഓൺ വീൽസ് റിക്വസ്റ്റ്. നമ്മുടെ വീടുകളിൽ കിടപ്പ് രോഗികളായി കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായ സർവീസ് ലഭിക്കുന്നതിനാണ് ഈ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഫോമിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് നമുക്ക് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മെയിൻ മെനുവിൽ നിന്നോ റിക്വസ്റ്റ് മെനുവിൽ നിന്നോ മേഴ്സി ഓൺ വീൽസ് ക്ലിക്ക് ചെയ്ത് ഈ സർവീസ് ഉപയോഗിക്കാം.
മെയിൻ മെനുവിൽ കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഈ ആപ്ലിക്കേഷൻ്റെ ടീമുമായി കോൺടാക്റ്റ് ചെയ്യുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ കോൾ ചെയ്യുന്നതിനോ മെസ്സേജ് ചെയ്യുന്നതിനോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെക്കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മെയിൻ മെനുവിൽ നിന്നും ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രധാന പ്രത്യേകതകളും ഉപയോഗിക്കേണ്ട രീതിയും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. ഇയർ ഓഫ് കെയറിൻ്റെ ഭാഗമായി മാണ്ഡ്യ രൂപത എടുത്തിരിക്കുന്ന വളരെ നല്ല ഇനിഷ്യേറ്റീവാണ് സമരിറ്റൻസ് ഓഫ് മാണ്ഡ്യ എന്ന ഈ ആപ്ലിക്കേഷൻ. എല്ലാവരും ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും ആവശ്യഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമല്ലോ. അങ്ങനെ നമ്മൾക്ക് പരസ്പരം ഒരു കരുതലിൻ്റെ തണലായി മാറാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏവർക്കും നന്ദി.